എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ തന്നെ ഏറ്റവും മികച്ച അതുപോലെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മുടെ മാരാരി ബീച്ചിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഗോവൻ ബീച്ചുകളോട് വരെ കിടപിടിക്കുന്ന രീതിയിൽ ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു ബീച്ചാണ് നമ്മുടെ ഈ മാരാരി ബീച്ച്. ആലപ്പുഴ ടൗണിൽ നിന്നും ഏകദേശം 12-11 കിലോമീറ്റർ മാറിയാണ് ഈ മാരാരി ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കുട്ടികളും മുതിർന്നവരും ഒക്കെ പട്ടം പറത്തുന്ന ഒരു അടിപൊളി കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. പരുന്തുകളെപ്പോലെ പാറിപ്പറക്കുന്ന പട്ടങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളൊക്കെ കാണാം, അതുപോലെ പൊങ്ങുവള്ളങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ വലയിട്ട് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇവരുടെ നല്ല ഫ്രഷ് മീൻ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ആലപ്പുഴ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ ദിവസങ്ങളിലും നല്ല ക്രൗഡുള്ള ഒരു ബീച്ചാണ് നമ്മുടെ ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത്. നോർമലി ഇവിടെ അത്ര ക്രൗഡ് വരാറില്ലാത്ത ഒരു ബീച്ചാണ്, പക്ഷേ ഇതിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആളിവിടെ വന്നിരിക്കുന്നത്. ഇറങ്ങണം. ബീച്ചിലേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മുടെ അന്നുവിന് ബീച്ചിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു നടക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ മാരാരി ബീച്ചിനോട് ചേർന്ന് തന്നെ തീരത്തായിട്ട് തന്നെ ധാരാളം റിസോർട്ടുകളുണ്ട്. നമുക്ക് ആ റിസോർട്ടിൽ താമസിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുവാണെങ്കിൽ തന്നെ ബീച്ചിലേക്കുള്ള ആക്സസ് വളരെ അടുത്ത് തന്നെയാണ്. ഇത് ജസ്റ്റ് നടന്നു മാറിയാൽ തന്നെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാവുന്ന അത്ര അടുപ്പത്തിൽ തന്നെയാണ് ഇവിടെ റിസോർട്ടുകളുള്ളത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഇവിടെ ഗാർഡ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ തന്നെ അത്യാവശ്യം ശ്രദ്ധിച്ച് നടക്കുക. ബീച്ചിനോട് ഇറങ്ങുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങുക. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഒരു കശുമാങ്ങ അവിടെ മരത്തിൽ കിടക്കുന്നുണ്ട്. ഞാൻ കയ്യോടെ അതങ്ങ് പറിച്ചെടുത്തു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കശുമാങ്ങ നമ്മളൊന്ന് പറിച്ചെടുത്ത് ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റുന്നത്. കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഇരട്ടി മധുരവും ഉണ്ടായിരുന്നു. അതുപോലെ ഇതിന് കപ്പലുമാങ്ങ എന്ന് പറയാറുണ്ട്, അതുപോലെ ഇതിൻ്റെ മരത്തിന് കപ്പലുമാവ് എന്നും പറയാറുണ്ട്. അന്നു അങ്ങനെ അന്നുവിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് പതുക്കെ മണ്ണിലിരുന്ന് അന്നുവിൻ്റെതായ കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഐസ്ക്രീമിനായിട്ടുള്ള ഐസ്ക്രീം കടകളുണ്ട്, അതുപോലെ സ്നാക്സിനാണെങ്കിൽ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടും. അതുപോലെ വളരെ വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ബീച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് ശരിക്കും ബീച്ചിലൊന്ന് ഇറങ്ങി കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാറിലൊക്കെ കയറി പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, മൊത്തം മണ്ണായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇറങ്ങാതിരുന്നത്. പിന്നെ അതും നമുക്ക് ഈ ക്യാമറയിൽ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഇറങ്ങാതിരുന്നത്. എന്നാ പോയേ? കോരുന്ന സാധനമൊക്കെ കിട്ടിയോ? തിര വന്നടിച്ചപ്പോൾ അന്നുവിൻ്റെ ഒരു കളിപ്പാട്ടം ഒഴുകിപ്പോയി കേട്ടോ. നമ്മളത് തപ്പിയിട്ടൊന്നും കണ്ടില്ല. അപ്പം ജസ്റ്റ് കുറച്ച് നേരം അടുത്തൊരു തിര വന്നപ്പോഴേക്കും അപ്പുറത്തുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടി. അവൾ കൊണ്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നു കേട്ടോ. പുളിവെല്ലാണോ? ഉപ്പ് കുറച്ചും കൂടെ ഇറങ്ങിയിരുന്നോ വേണമെങ്കിൽ. ഇല്ല, സാധനങ്ങളൊക്കെ സൂക്ഷിച്ചോണം. ഇവിടെ കേട്ടോ, കിട്ടിയല്ലേ? താങ്ക് യു. ഒഴുകിപ്പോയ അന്നുവിൻ്റെ കളിപ്പാട്ടം ഈ കുട്ടിയുടെയിലാണ് കിട്ടിയത്. ആ ഫ്രണ്ടിനോട് താങ്ക്സ് പറ.
അതൊക്കെ ഇട്ടിട്ട് പോയാൽ പോകും കേട്ടോ. അത് ഓളം വരുമ്പം പോകും. ഞാൻ വന്നു അത് നോക്കി ഇന്ന് വരുമോ ഇരുന്ന് അപ്പുറത്ത് വന്നു. കടലിൽ പോയിട്ട് വലയിട്ടിട്ട് വരുന്ന ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ ഈ വരുന്നത്. പൊങ്ങവള്ളത്തിൽ വലയൊക്കെ ഇട്ടിട്ട് പതുക്കെ കരയിലേക്ക് വരികയാണ്. അതുപോലെ അങ്ങതാ സൂര്യൻ അസ്തമിച്ച് വരികയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല ഒരു വൈബാണ് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഇതുപോലെ കുടകളും അതിന് താഴെ 2-3 കസേരയൊക്കെ ഇട്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കും. മറ്റ് ബീച്ചുകളിലൊന്നും നമുക്ക് ചിലപ്പം ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. നല്ല ശക്തമായ തിരകളൊക്കെ ഇടയ്ക്ക് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഇറങ്ങി പോകരുത്, കരയിലോട്ട് കയറി നിൽക്കുക എന്ന രീതിയിലുള്ള വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ധാരാളം തെങ്ങുകൾ വരിവരിയായിട്ട് നിൽക്കുന്ന ഒരു ബീച്ചാണ് നമ്മുടെ മാരാരി ബീച്ച്. നല്ല ഭംഗിയാണ് നമുക്ക് അത് കാണാനായിട്ട്. നമ്മൾ കയറി വരുന്ന ആ ഫസ്റ്റിലത്തെ ആ എൻട്രി വീഡിയോയിൽ തന്നെ നമ്മൾ ആ തെങ്ങുകളുടെ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് എടുത്തിരിക്കുന്നത്. മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വരുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ബീച്ച്. ഒരു റൂമൊക്കെ എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ അത് വേറെ ഒരു ലെവൽ സ്റ്റേ ആയിരിക്കും കേട്ടോ. അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ബീച്ചാണ് ഇവിടുത്തെ. അങ്ങനെ നമ്മുടെ അന്നുവിൻ്റെ ബീച്ചിലെ കളികളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ പതുക്കെ തിരിച്ചു പോവുകയാണ് കേട്ടോ. സന്ധ്യയായി. അപ്പോഴത്തേക്കും അന്നുവിനെ അവിടുത്തെ കടലിലെ തന്നെ വെള്ളത്തിൽ തന്നെ ഒന്ന് മേലൊക്കെ കഴുകി റെഡിയാക്കിയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ. അന്നുവിൻ്റെ ടോയ്സിനകത്തൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വെള്ളം കോരിയാണ് അന്നുവിനെ കുളിപ്പിച്ചെടുത്തത്. അങ്ങനെ നമ്മൾ അന്നുവിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അന്നുവിനെ ഒരു തോർത്തൊക്കെ ഉടുപ്പിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ.